السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد. ഏറെ ബഹുമാനമുള്ള വിദ്യാർത്ഥികളെ, സഹോദരങ്ങളെ, അൽഹംദുലില്ലാഹ് ഷെയ്ഖുൽ ഇസ്ലാം അൽ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുള്ളയുടെ ഉസൂലുസ്സുന്നഹ് എന്ന ഗ്രന്ഥത്തിൻ്റെ വിശദീകരണമാണ് നാം ആരംഭിച്ചിട്ടുള്ളത്. അദ്ദേഹം തുടങ്ങിയത് ഉസൂലുസ്സുന്നത്തി ഇൻദന അത്തമസ്സുകു ബിമാ കാന അലൈഹി അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ ഇഖ്തിദാഉ ബിഹിം. നമ്മുടെ അടുക്കൽ സുന്നത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത്, അടിസ്ഥാന തത്വം എന്ന് പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൻ്റെ മൻഹജിനെ മുറുകെ പിടിക്കലാണ്. വൽ ഇഖ്തിദാഉ ബിഹിം, അവരെ ഫോളോ ചെയ്യലാണ്. അപ്പോൾ സ്വഹാബികൾ അവരാണ് നമ്മുടെ ഹുജ്ജത്ത്. അവർ മനസ്സിലാക്കിയതുപോലെയാണ് ദീനിനെ മനസ്സിലാക്കേണ്ടത് എന്ന് സ്ഥാപിക്കുന്ന തെളിവുകൾ നമ്മുടെ ഷറഹിൽ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. അതിനുശേഷം അദ്ദേഹം പറയുന്നത് വതർക്കുൽ ബിദ്അ, ബിദ്അത്തിനെ ഉപേക്ഷിക്കുക എന്നത് സുന്നത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽപ്പെട്ടതാണ്. വകുല്ലു ബിദ്അത്തിൻ ഫഹിയ ളലാലഹ്, എല്ലാ ബിദ്അത്തുകളും ളലാലത്താണ്, വഴികേടാണ്. അപ്പോൾ ഇസ്ലാമിൻ്റെ അല്ലെങ്കിൽ സുന്നത്തിൻ്റെ, നമ്മുടെ അഖീദയുടെ വളരെ പ്രധാനപ്പെട്ട രണ്ട് ഭാഗമാണ്. ഒന്ന് അൽ ഇത്തിബാ, മറ്റൊന്ന് തർക്കുൽ ഇബ്തിദാ. ഒന്ന് ഇത്തിബാ ഉസ്സുന്നഹ്, മറ്റൊന്ന് തർക്കുൽ ബിദ്അ, ബിദ്അത്തിനെ ഉപേക്ഷിക്കൽ. സുന്നത്തിനെ പിൻപറ്റുന്നതിൻ്റെ കൂടെ തന്നെ അടിസ്ഥാന കാര്യമായി നിലകൊള്ളുന്നതാണ് ബിദ്അത്തുകൾ എന്ത് ചെയ്യണം? ഉപേക്ഷിക്കണം. നമ്മൾ മറ്റൊരു ദർസിൽ പഠിച്ചതുപോലെ ബിദ്അത്തിനെ ഉപേക്ഷിക്കൽ തഖ്ലിയത്താണ്, സുന്നത്തിനെ പിൻപറ്റൽ തഹ്ലിയത്താണ്. ബിദ്അത്തിനെ ഉപേക്ഷിക്കൽ കാലിയാക്കലാണ്, ശുദ്ധീകരിക്കലാണ്. സുന്നത്തിനെ പിൻപറ്റൽ തഹ്ലിയത്താണ്, അഥവാ അലങ്കാരമണിയലാണ്. സുന്നത്ത് കൊണ്ട് ജീവിതത്തെ അലങ്കരിച്ചാൽ, എല്ലാ രംഗങ്ങളിലും സുന്നത്തിനെ, സഹാബത്തിൻ്റെ മൻഹജിനെ നമ്മുടെ വഴിയായി സ്വീകരിച്ചാൽ അതാണ് ഭംഗി. എല്ലാ നിലക്കുമുള്ള ബിദ്അത്തുകൾ ഉപേക്ഷിക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഉസൂലുസ്സുന്ന, സുന്നത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽപ്പെട്ടതാണ് വതർക്കുൽ ബിദ്അ, ബിദ്അത്തുകളെ ഉപേക്ഷിക്കണം. വകുല്ലു ബിദ്അത്തിൻ ഫഹിയ ളലാല, എല്ലാ ബിദ്അത്തുകളും എന്താണ്? ളലാലത്താണ്. അവിടെ ഗ്രന്ഥകർത്താവ് ഖണ്ഡിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട് റഹിമഹുല്ലാഹ്. എന്താണത്? ചില ആളുകൾ പറയും ബിദ്അത്ത് രണ്ട് വിധമുണ്ട്. ഒന്ന് നല്ല ബിദ്അത്ത്, ബിദ്അത്തുൻ ഹസന, മറ്റൊന്ന് ബിദ്അത്തുൻ സയ്യിഅ, മോശമായ ബിദ്അത്തുണ്ട്, നല്ല ബിദ്അത്തുമുണ്ട്. യഥാർത്ഥത്തിൽ അത് തെറ്റായ ഒരു വാദമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് കുല്ലു ബിദ്അത്തിൻ ളലാലാണ്, എല്ലാ ബിദ്അത്തും ളലാലത്താണ്. നല്ല ഒരു ബിദ്അത്തുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ബിദ്അത്തുകളെല്ലാം ശർറുൽ ഉമൂറാണ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അൻആമിലെ 153 കാണാം, വ അന്ന ഹാദാ സിറാത്തി മുസ്തഖീമാ ഫത്തബിഉ വലാ തത്തബിഉസ് സുബുല ഫതഫറഖ ബികും അൻ സബീലിഹി ദാലികും വസ്വാകും ബിഹി ലഅല്ലകും തത്തഖൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇതാകുന്നു എൻ്റെ നേരായ മാർഗം, സിറാത്തുൻ മുസ്തഖീം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച വഴിയാണ്. ഫത്തബിഉ, നിങ്ങൾ അതിനെയാണ് ഇത്തിബാഇ ചെയ്യേണ്ടത്. വലാ തത്തബിഉസ് സുബുല, മറ്റു വഴികളെ നിങ്ങൾ പിൻപറ്റരുത്, അഥവാ നിങ്ങൾ ബിദ്അത്തുകളെ ഒഴിവാക്കണം. മറ്റു വഴികളെല്ലാം ബിദ്അത്താണ്. സിറാത്തുൽ മുസ്തഖീം മാത്രമാണ് സുന്നത്ത്. സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് തെറ്റിയ വഴികളെല്ലാം ബിദ്അത്തിൻ്റെ വഴിയാണ്. അതാണ് വലാ തത്തബിഉസ് സുബുല,
നിങ്ങൾ മറ്റു വഴികൾ സ്വീകരിക്കരുത്. ഫതഫറഖ ബികും അൻ സബീലി, അത് നിങ്ങളെ ശരിയായ വഴിയിൽ നിന്ന് തെറ്റിച്ചു കളയും. ഇമാം അബൂ ദാവൂദ് അത്വയാലിസി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖത്ത ലനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖത്തൻ ഫഖാല ഹാദാ സബീലുല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നേരായ വഴി വരച്ചിട്ട് പറഞ്ഞു, ഇത് അള്ളാഹുവിൻ്റെ വഴിയാണ്. സുമ്മ ഖത്ത ഖുതൂതൻ അൻ യമീനിഹി വ അൻ ഷിമാലി, പിന്നെ ഇടത്തോട്ടും വലത്തോട്ടും കുറേ വരകൾ വരച്ചിട്ട് പറഞ്ഞു, ഹാദിഹി സുബുലുൻ, ഇത് മറ്റു വഴികളാകുന്നു. അലാ കുല്ലി സബീലിൻ മിൻഹാ ശൈത്താനുൻ യദ്ഉ ഇലൈ, ഓരോ വഴിയിലും ഒരു ശൈത്താനുണ്ട്, ആ ശൈത്താൻ അതിലേക്ക് നിങ്ങളെ വിളിച്ചു കൊണ്ടുപോകുന്നതാണ്. സുമ്മ തല, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി, വ അന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഉ എന്ന സൂറത്തുൽ അൻആമിലെ 153-ാമത്തെ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതുകയുണ്ടായി. അപ്പോൾ ഇവിടെ ആ നേരായ വഴിയാണ് സബീലുൻ, സബീലുല്ലാഹ് എന്ന് പറയുന്നത്. വ അന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ എന്ന് അള്ളാഹു പറഞ്ഞല്ലോ, അവിടെ അള്ളാഹുവിലേക്ക് ചേർത്തിട്ടാണ് പറഞ്ഞത്. സിറാത്തി മുസ്തഖീമൻ, എൻ്റെ നേരായ വഴി. പിന്നീട് അതിൽ നിന്ന് ഇടത്തോട്ടും വലത്തോട്ടും പോകുന്ന വഴികളൊക്കെ സുബുലുകളാണ്. അതാണ് വലാ തത്തബിഉ സുബുല എന്ന് പറഞ്ഞത്. ഈ സബീലിൻ്റെ പ്രത്യേകത മിൻഹ ഷൈത്താനുൻ, ഒരു പിശാചാണ് അതിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നത്. യദ്ഉ ഇലൈ, അപ്പോൾ ബിദ്അത്തിൻ്റെ വഴികളെല്ലാം ഷൈത്താനിൻ്റെ പ്രേരണയാൽ ഉണ്ടാകുന്നതാണ്. ഇമ്മാ മിനൽ ജിന്നി വ ഇമ്മാ മിനൽ ഇൻസ്, ഒന്നുകിൽ ജിന്നുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഷൈത്താനുകൾ, അല്ലെങ്കിൽ മനുഷ്യരുടെ കൂട്ടത്തിൽപ്പെട്ട ഷൈത്താനുകൾ. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തുണ്ട്? അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വകദാലിക ജഅൽനാ ലികുല്ലി നബിയ്യിൻ അദുവൻ ശയാത്തീനൽ ഇൻസി വൽ ജിന്നി യൂഹി ബഅദുഹും ഇലാ ബഅദിൻ സുഖ്റുഫൽ ഖൗലി ഗുറൂറ. എല്ലാ പ്രവാചകന്മാർക്കും മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്നും ശത്രുക്കളുണ്ടായിട്ടുണ്ട്. അവർ പരസ്പരം വഹി നൽകുന്നു എന്നാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും വഹി നൽകുന്നു, അഥവാ സന്ദേശങ്ങൾ കൈമാറുന്നു. അപ്പോൾ ഇവർ തമ്മിലുള്ള കൂട്ടായ പരിശ്രമമാണ് ഒരാളെ ബിദ്അത്തിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളത്. അതുകൊണ്ട് ഒരിക്കലും തന്നെ ബിദ്അത്തിൽ അകപ്പെട്ടു പോവാതിരിക്കാൻ ഉള്ള വഴിയാണ് സ്വഹാബത്തിൻ്റെ മൻഹജിനെ മുറുകെ പിടിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിദ്അത്തിൻ്റെ ആളുകളെ തൊട്ട് നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സൂറത്തു ആലു ഇമ്രാനിലെ 7-ാമത്തെ ആയത്ത് ഓതിയതിന് ശേഷം ആ 7-ാമത്തെ ആയത്തിലുള്ളത്, ഹുവല്ലദീ അൻസല അലൈക്കൽ കിതാബ മിൻഹു ആയാത്തും മുഹ്കമാത്തുൻ ഹുന്ന ഉമ്മുൽ കിതാബി വ ഉഖറു മുതശാബിഹാത്ത് ഫഅമ്മ അല്ലദീന ഫീ ഖുലൂബിഹിം സൈഗുൻ ഫയത്തബിഊന മാ തശാബഹ മിൻഹു ഇബ്തിഗാഅൽ ഫിത്ന വഇബ്തിഗാഅ തഅ്വീലിഹി വമാ യഅലമു തഅ്വീലഹു ഇല്ലല്ലാഹ് വറാസിഖൂന ഫിൽ ഇൽമി യഖൂലൂന ആമന്നാ ബിഹി കുല്ലും മിൻ ഇൻദി റബ്ബിനാ വമാ യദ്ദക്കറു ഇല്ലാ ഉലുൽ അൽബാബ്. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഖുർആനിൽ മുഹ്കമാത്തുകളായ ആയത്തുകളുണ്ട്, ആശയങ്ങൾ വ്യക്തമായ ക്ലിയറായി ഇസ്ലാമിൻ്റെ മൻഹജ് ഇതാണ്, ഇസ്ലാമിൻ്റെ അഖീദ വിശ്വാസം ഇന്നതാണ് എന്ന് പഠിപ്പിക്കുന്ന ആയത്തുകൾ വളരെ വ്യക്തമാണ്. എന്നാൽ പരിശുദ്ധ ഖുർആനിലെ മറ്റു ചില വചനങ്ങളുണ്ട്, ഈ വചനങ്ങളുടെ ആശയം പരിപൂർണമായി സൃഷ്ടികൾക്കറിയില്ല, അത് അള്ളാഹുവിന് മാത്രം അറിയുന്നതാണ്. അല്ലെങ്കിൽ ചില പണ്ഡിതാഭിപ്രായ പ്രകാരം വറാസിഖൂന ഫിൽ ഇൽമി എന്നിവിടെ പറഞ്ഞത്, ഇൽമിൽ അഗാധമായ ജ്ഞാനമുള്ള ആളുകൾക്ക് കൂടി ആ കാര്യങ്ങൾ അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കാൻ പറ്റും. ഒറ്റ നോട്ടത്തിൽ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്തതുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? ഹൃദയത്തിൽ വക്രതയുള്ള രോഗമുള്ള ആളുകൾ ഇത്തരം ആയത്തുകളെ കൊണ്ട് ഖുർആനിലെ പ്രത്യക്ഷമായ ആയത്തുകൾക്ക് വിരുദ്ധമായി വ്യാഖ്യാനിക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഖണ്ഡിതമായി പറഞ്ഞ കാര്യം എന്താണ്? ഫലാ തദ്ഉ മഅല്ലാഹി അഹദൻ, നിങ്ങൾ അള്ളാഹുവിൻ്റെ കൂടെ വേറെ ആരെയും വിളിച്ചു പ്രാർത്ഥിക്കരുത്. ഇത് ഖുർആനിൻ്റെ നസ്സാണ്, ധാരാളം സ്ഥലങ്ങളിൽ അത് മുഹ്കമായ ആയത്താണ്. അപ്പോൾ ഒരു ടീം വന്ന് വാദിക്കുകയാണ്, അല്ല അള്ളാഹു അല്ലാത്ത വലിയകളോടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സഹായം ചോദിക്കാം. എന്താ തെളിവ്? ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനു. അള്ളാഹു നിങ്ങളുടെ വലിയാണ്, റസൂലും നിങ്ങളുടെ വലിയാണ്, വിശ്വാസികളും നിങ്ങളുടെ വലിയാണ്. അപ്പോൾ അള്ളാഹുവിനോട് നിങ്ങൾ സഹായം ചോദിക്കുന്നു, അതേപോലെ റസൂലിനോടും സഹായം ചോദിക്കാം,
അതേപോലെ വിശ്വാസികളോടും സഹായം ചോദിക്കാം, ഔലിയാക്കളോട് സഹായം ചോദിക്കാം. നോക്കൂ നിങ്ങൾ, ആ ആയത്തിൻ്റെ അർത്ഥമോ ആശയമോ അതല്ല. പക്ഷേ അത്തരം ആയത്തുകളുടെ പിന്നാലെ കൂടി അതിൽ നിന്ന് വിദൂരമായ അർത്ഥം പിടിച്ചെടുത്ത് മുഹ്കമായി സ്ഥാപിക്കപ്പെട്ടതിനെതിരിൽ എന്ത് ചെയ്യാണ്? തെളിവ് കൊണ്ടുവരിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതേപോലെ മുതശാബിഹിൻ്റെ പിന്നാലെ പോയി മുഹ്കമിനെ തള്ളുന്നവരെ കണ്ടാൽ ഫഉലായികല്ലദീന സമ്മാഹുമുല്ലാഹ്, അള്ളാഹു അവരെക്കുറിച്ചാണ് ഈ ആയത്തിൽ പറഞ്ഞത്. ഫഹദറൂഹും, നിങ്ങൾ അത്തരം വാദക്കാരെ കരുതിയിരിക്കണം. അപ്പോൾ ബിദ്അത്തിൻ്റെ ആളുകളൊക്കെ ഈ മുതശാബിഹിൻ്റെ പിന്നാലെയാണ് പോകുന്നത്, ഇതേപോലുള്ള കാര്യങ്ങളുടെ പിന്നാലെയാണ് പോകുന്നത്. അവരെ ശ്രദ്ധിക്കണമെന്നും അവരുടെ കൂടെ കൂടരുത് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സൂറത്തുൽ ജാസിയയിലെ 18-ാമത്തെ ആയത്തിൽ കാണാം, സുമ്മ ജഅൽനാക അലാ ശരീഅത്തിൻ മിനൽ അംരി ഫത്തബിഅഹാ വലാ തത്തബിഅ അഹ്വാഅല്ലദീന ലാ യഅലമൂൻ. നബിയെ, താങ്കളെ നാം തെളിഞ്ഞ ഒരു പാതയിലാക്കിയിരിക്കുന്നു, ആ തെളിഞ്ഞ പാതയെ ഫോളോ ചെയ്യണം. എന്നാൽ വിവരമില്ലാത്തവരുടെ തന്നിഷ്ടങ്ങളുടെ പിന്നാലെ പോവരുത്. അപ്പോൾ അള്ളാഹു കാണിച്ചു തന്ന വഴിയാണ് തെളിഞ്ഞ വഴി. അതല്ലാത്ത വഴികളൊക്കെ അറിവില്ലാത്തവരുടെ മനസ്സിൽ തോന്നിയ ആശയങ്ങളാണ്, അതിന് സ്ഥിരതയില്ല എന്നർത്ഥം. അപ്പോൾ എല്ലാ ബിദ്അത്തുകളും വ്യക്തികളുടെ, വിവരമില്ലാത്തവരുടെ മനസ്സിൽ തോന്നുന്ന ആശയങ്ങളാണ്. സുന്നത്തുകളാകട്ടെ അള്ളാഹു നിശ്ചയിച്ചതും ജഅൽനാക, നാം താങ്കളെ ആക്കി എന്നാണ്. അലാ ശരീഅത്തിൻ മിനൽ അംർ, വ്യക്തമായൊരു അമ്രിൽ. അപ്പോൾ അള്ളാഹുവിൽ നിന്ന് വഹിയായി ലഭിച്ചതിന് മാത്രമേ വ്യക്തതയുള്ളൂ, അല്ലാത്തതെല്ലാം അറിവില്ലാത്തവരുടെ ജൽപ്പനങ്ങൾ മാത്രമാണ്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാധാരണ നിലക്ക് ഇദാ ഖതബ, ഖുതുബ പറയുകയാണെങ്കിൽ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഇഹ്മറത്ത് ഐന, കണ്ണുകൾ ചുവന്നു വരും. വഅല സൗത്തുഹു, നബിയുടെ ശബ്ദമുയരും. വഷ്തദ്ദ ഗളബുഹു, നബിയുടെ കോപം വർദ്ധിക്കും. ഹത്താ കഅന്നഹു മുൻദിറു ജയ്ഷിൻ, ഒരു സൈന്യത്തെക്കുറിച്ച് താക്കീത് നൽകുന്ന പടത്തലവനെ പോലെയായിരുന്നു നബിയുടെ ഖുതുബകൾ എന്നാണ്. വളരെ സ്ട്രോങ് ആയിട്ടായിരുന്നു ഖുതുബ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും, ഉലമാക്കളുടെ ഖുതുബകൾ അവരുടെ ദർസ് പോലെയല്ല. ദർസ് പോലെ ഖുതുബ പറയാൻ പാടില്ല, ദർസ് എടുക്കുന്നത് പോലെ ഖുതുബ പറയാൻ പാടില്ല. ഖുതുബ പറയേണ്ടത് സ്ട്രോങ്ങിലാണ് പറയേണ്ടത്. കാരണം കുറഞ്ഞ സമയമാണ്, വിശ്വാസികളുടെ മനസ്സുകളിലേക്കത് അടിച്ചു കയറണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അമ്മാ ബഅദു ഫഇന്ന ഖൈറൽ ഹദീസ് കിതാബുല്ലാഹ്, ഏറ്റവും നല്ല വാക്ക് അള്ളാഹിൻ്റെ കിതാബാണ്. വഖൈറുൽ ഹുദാ ഹുദാ മുഹമ്മദിൻ, ചര്യകളിൽ വെച്ച് ഏറ്റവും നല്ല ചര്യ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്. വശറുൽ ഉമൂരി മുഹ്ദസാതുഹാ, കാര്യങ്ങളിൽ ഏറ്റവും മോശമായത്, ഏറ്റവും വൃത്തികെട്ടത് അതിൽ ബിദ്അത്തുകൾ കൊണ്ടുവരലാണ്. വകുല്ലു ബിദ്അത്തിൻ ദലാല, എല്ലാ ബിദ്അത്തും ദലാലത്താണ്. അതുകൊണ്ട് തന്നെ നല്ല ബിദ്അത്ത് എന്ന് പറഞ്ഞൊന്നില്ല. നബിദിനാഘോഷം നല്ല ബിദ്അത്താണ്, മൗലിദ് കഴിക്കലും റാത്തീബ് കഴിക്കലും നല്ല ബിദ്അത്താണ് എന്ന് പറയുന്നവർക്ക് ഹുജ്ജത്തില്ല എന്നർത്ഥം. അതേറ്റവും മോശമായ കാര്യമാണ്. എല്ലാ ബിദ്അത്തും ദലാലത്താണ്. അതുകൊണ്ട് ഉസൂലുസ് സുന്ന, സുന്നത്തിൻ്റെ അടിസ്ഥാന ആശയത്തിൽപ്പെട്ടതാണ് ഒന്ന് അത്തമസ്സുകു ബിമാ കാന അലൈഹി അസ്ഹാബു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വതർക്കുൽ ബിദ്അ, ബിദ്അത്തുകളെ ഒഴിവാക്കുക. വകുല്ലു ബിദ്അത്തിൻ ഫഹിയ ദലാല, എല്ലാ ബിദ്അത്തും ദലാലത്താണ്. വീണ്ടും അദ്ദേഹം പറയുന്നു, വതർക്കുൽ ഖുസൂമാതി, വതർക്കു അൽ ഖുസൂമാതി വൽ ജുലൂസി മഅൽ അസ്ഹാബി മഅ അസ്ഹാബിൽ അഹ്വാഇ വതർക്കുൽ മിറാഇ വൽ ജിദാലി വൽ ഖുസൂമാതി ഫിദ്ദീൻ. പിന്നീട് അദ്ദേഹം പറയുന്നത് സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിൽപ്പെട്ടതാണ് വതർക്കു അൽ ഖുസൂമാത്ത്. ഖസ്മ്, ഖുസൂമാത്ത്, ഖസ്മ് എന്ന് പറഞ്ഞാൽ തർക്കം. മുഖാസമത്ത്, ഖാസമ യുഖാസിമു മുഖാസമത്ത്, ഖസമ യഖ്സിമു ഖസ്മൻ, തർക്കിക്കുക. വതർക്കുൽ ഖുസൂമത്ത്, തർക്കം ഒഴിവാക്കണം. വൽ ജുലൂസി മഅ അസ്ഹാബിൽ അഹ്വാ, ഹവയുടെ ആളുകളുടെ കൂടെ ഇരിക്കരുത്. ബിദഅത്തിൻ്റെ ആളുകൾക്ക് ഹവയുടെ ആളുകൾ എന്നാ പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞു, വലാ തത്തബിഉ അഹ്വാ അല്ലദീന ലാ യഅലമൂൻ,
വിവരമില്ലാത്തവരുടെ തന്നിഷ്ടം. കാരണം ബിദ്അത്തിൻ്റെ ആളുകൾ ഹവയുടെ ആളുകളാണ്. വൽ ജുലൂസി മഅ അസ്ഹാബിൽ അഹ്വ, ഹവയുടെ ആളുകളുടെ കൂടെ ഇരിക്കരുത്. വതർക്കുൽ മിറാഇ വൽ ജിദാലി വൽ ഖുസൂമാതി ഫിദ്ദീൻ. വതർക്കുൽ മിറ എന്ന് പറഞ്ഞാൽ തർക്കിക്കുക, ജിദാൽ എന്ന് പറഞ്ഞാൽ തർക്കിക്കുക, ഖുസൂമാത്ത് എന്ന് പറഞ്ഞാൽ തർക്കിക്കുക. മൂന്നും ഒരേ ആശയത്തിലുള്ള വേർഡുകളാണ്. വൽ ഖുസൂമാതി ഫിദ്ദീൻ അഥവാ തർക്കവിതർക്കങ്ങൾ, വാഗ്വാദങ്ങൾ എല്ലാം ഒഴിവാക്കൽ. ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൽ ഒന്നാമത് പറഞ്ഞതും പിന്നീട് വൽ ജുലൂസി മഅ അസ്ഹാബിൽ അഹ്വ എന്നതിന് ശേഷം പറഞ്ഞതും എന്താണ്? വതർക്കുൽ ഖുസൂമാത്ത്, വതർക്കുൽ മിറാഇ വൽ ജിദാലി വൽ ഖുസൂമാത്തി ഫിദ്ദീൻ. ദീനിൻ്റെ കാര്യത്തിൽ തർക്കം ഒഴിവാക്കേണ്ടതുണ്ട്, തർക്കവിതർക്കങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മനസ്സിലാക്കി തരുന്നത് അബൂ ഉമാമ അൽ ബാഹിലി റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസിൽ കാണാം. ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന ഹദീസാണ്. മാ ضل قوم بعد هدى كانوا عليه إلا أوتوا الجدل. ഏതൊരു സമൂഹവും ഹിദായത്തിലായതിനു ശേഷം പിന്നീട് തെറ്റിപ്പോകുന്നത് തർക്കിക്കുന്ന സ്വഭാവം അവരിലേക്ക് കടന്നു വരുമ്പോഴാണ്. സുമ്മ തല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഹാദിഹിൽ, പിന്നീട് റസൂൽ ഒരു ആയത്തോതി, സൂറത്തു സുഖ്റുഫിൽ 58-ാമത്തെ ആയത്ത്, മാ ദറബൂഹു ലക ഇല്ലാ ജദല ബൽ ഹും ഖൗമുൻ ഖസിമൂൻ. ഒരു തർക്കം എന്നുള്ള നിലക്കാണ് അവർ അദ്ദേഹത്തെ അഥവാ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയെ ഒരു ഉപമയായി പറഞ്ഞത്. ബൽഹും ഖൗമുൻ ഖസിമൂൻ, അവർ തർക്ക സ്വഭാവമുള്ള ആളുകളാകുന്നു. അഥവാ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നതിൻ്റെ അവസ്ഥയും അവരുടെ അവസ്ഥയും പറഞ്ഞപ്പോൾ മക്കാ മുശ്രിക്കുകൾ വാദിച്ചതാണെന്ത്? അങ്ങനെയാണെങ്കിൽ ഈസാ നബിയെ ക്രൈസ്തവർ ആരാധിക്കുന്നില്ല, അപ്പോൾ ഈസാ നബി നരകത്തിലാണോ? അപ്പോൾ അത്തരത്തിലുള്ള തർക്കങ്ങൾ അവിടെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അവർക്കറിയാം അത് അങ്ങനെയല്ല എന്ന്. പക്ഷേ അവരൊരു തർക്കം എന്നുള്ള നിലക്ക് കൊണ്ടുവന്നതാണ്. ബൽഹും ഖൗമുൻ ഖസിമൂൻ, അവർ തർക്ക സ്വഭാവമുള്ള ഒരു വിഭാഗമാകുന്നു. അപ്പോൾ ഇത് യഹൂദ ക്രൈസ്തവരുടെ മുശ്രിക്കുകളുടെ ഒക്കെ ഒരു സ്വഭാവമാണെന്ത്? അനാവശ്യമായ തർക്കം, അഥവാ പോയിന്റുകൾ ലഭിക്കാനോ സത്യത്തെ സ്ഥാപിക്കാനോ വേണ്ടിയല്ല, മറിച്ച് അസത്യത്തെ സ്ഥാപിക്കുവാനും സത്യത്തെ തള്ളിക്കളയുവാനും അതിനെ ഡിസ്റ്റോർട്ട് ചെയ്യുവാൻ, അതിനെ ദുർവ്യാഖ്യാനിക്കുവാനും വേണ്ടി നടത്തപ്പെടുന്ന തർക്കങ്ങളാണ് ഉദ്ദേശം. അതേപോലെ തന്നെ ഖുർആനിലെ ഒരായത്തിനെ മറ്റൊരായത്ത് കൊണ്ട് ഖണ്ഡിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവർ, ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിനെ മറ്റൊരു ഹദീസ് കൊണ്ട് ഖണ്ഡിക്കാൻ ശ്രമിക്കൽ, അങ്ങനെ ഇസ്ലാമിൽ വൈരുദ്ധ്യമുണ്ട്, അതല്ലെങ്കിൽ ഞാൻ ഇത്തരം വിഷയങ്ങൾ പഠിച്ചിരിക്കുന്നു അതുകൊണ്ട് അതിനൊരു കൗണ്ടർ എൻ്റെ അടുത്തുണ്ട്, ഇങ്ങനെയൊക്കെ സ്ഥാപിക്കാൻ വേണ്ടി വാദിക്കുന്ന ആളുകൾ, ഇത്തരം തർക്കവിതർക്കങ്ങളും വാദങ്ങളും പാടില്ലാത്തതാകുന്നു, നിഷിദ്ധമാകും. എന്നാൽ സത്യത്തെ സ്ഥാപിക്കാൻ വേണ്ടി ഒരാളുമായി സംഭാഷണം നടത്തുമ്പോൾ തെളിവുകളെ കൊണ്ടുവന്ന് സമർത്ഥിക്കൽ, അത് പ്രോത്സാഹിപ്പിക്കപ്പെട്ട തർക്കമാണ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തു നഹ്ലിലെ 125 കാണാം, ഉദ്ഉ ഇലാ സബീലി റബ്ബിക്, നിൻ്റെ റബ്ബിൻ്റെ വഴിയിലേക്ക് നീ ദഅവത്ത് നടത്തണം, ബിൽ ഹിക്മ, തത്വദീക്ഷയോടുകൂടി, വൽ മൗഇദത്തിൽ ഹസന, നല്ല ഉപദേശം നൽകിക്കൊണ്ട്, വജാദിൽഹും ബില്ലതീ ഹിയ അഹ്സൻ, ഏറ്റവും നല്ല രൂപത്തിൽ അവരോട് സംവദിക്കണം. എന്താണ് ഈ ഏറ്റവും നല്ല രൂപം എന്ന് പറഞ്ഞാൽ? തർക്കിക്കാതെ വാക്കുകളിൽ പിടിച്ചു കയറാതെ, വ്യക്തിപരമായ അബദ്ധങ്ങളിലേക്ക് പോകാതെ, വ്യക്തിപരമായ വിമർശനങ്ങളിലേക്ക് പോകാതെ, കളിയാക്കാതെ, പരിഹസിക്കാതെ, പോയിന്റുകളെ മുന്നിൽ വെച്ചുകൊണ്ടുള്ള സമർത്ഥനമാണത്. അതിനാണ് അൽ ജിദാലു ബില്ലത്തി ഹിയ അഹ്സൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ സൂറത്തുൽ അൻകബൂത്തിലെ 46 കാണാം, വലാ തുജാദിലു അഹ്ലൽ കിതാബി ഇല്ലാ ബില്ലത്തി ഹിയ അഹ്സൻ, വേദക്കാരോട് ഏറ്റവും നല്ല രൂപത്തിലല്ലാതെ നിങ്ങൾ സംവദിക്കാൻ പാടില്ല. സംവാദം ഏറ്റവും നല്ല രൂപത്തിലാണ്. അവർ തർക്കിക്കുകയാണെന്ന് തോന്നിയാൽ പിന്നെ നിർത്തണം എന്നാണ്. ഇല്ലല്ലദീന ളലമൂ മിൻഹും എന്നാണ്. അവരിലെ വാലിമീങ്ങൾ ഒഴികെ എന്ന് പറഞ്ഞാൽ വെറും പോക്കിരികളും വാലിമീങ്ങളും കുതർക്കം പറയുന്നവരുമുണ്ടെങ്കിൽ അവരോട് പറയേണ്ടത്, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്കെൻ്റെ മതം, നമ്മുടെ രണ്ടു കൂട്ടരുടെയും ഇലാഹ് അള്ളാഹു ആകുന്നു, ഞങ്ങൾ ആ ഇലാഹായ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന പൊതു തത്വം പറഞ്ഞുകൊണ്ട് അവരെ ഒഴിവാക്കണം. എന്നാൽ ഇൽമ അന്വേഷിച്ച് വരുന്ന ആളുകൾ അവർ സത്യം മനസ്സിലാക്കാൻ വേണ്ടി ചില വാദങ്ങൾ മുന്നോട്ട് വെക്കും. ഇന്ന കാര്യങ്ങളുണ്ട്,
നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? അപ്പം നാം അതിനെ എതിർവാദം പറഞ്ഞു കൊടുക്കുന്നു. ഇത്തരം രീതിയിലുള്ള മുജാദലകൾ അനുവദനീയമാണ്, അല്ലാത്തതെല്ലാം തർക്കമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം അബൂദാവൂദ് റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്നു, അന സഈമുൻ ബിബൈത്തിൻ ഫി റബദിൽ ജന്നഹ ലിമൻ തറക്കൽ മിറാഅ വ ഇൻ കാന മുഹിഖ. സ്വർഗത്തിൻ്റെ റബദ് എന്ന് പറഞ്ഞാൽ അറ്റം, അവിടെ ഞാനൊരു വീട് നിങ്ങൾക്ക് ഓഫർ നൽകാം. സത്യം തൻ്റെ കയ്യിലാണെങ്കിലും തർക്ക സ്വഭാവം ഒഴിവാക്കുന്ന ആളുകൾക്ക്. മൊഹിക്കാണ്, സത്യം തൻ്റെ കയ്യിലാണ്, ഹക്ക് തൻ്റെ കയ്യിലാണ്, പക്ഷെ തർക്കിക്കൂല, കാര്യം പറഞ്ഞെടുക്കും, സ്വീകരിച്ചാൽ ഖൈർ. എന്നാൽ എതിർകക്ഷി തർക്കിക്കാൻ മെനക്കെട്ടാൽ സലാമുൻ അലൈക്കും, അത്രയേ ഉള്ളൂ. കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്നമാ അലൈക്കൽ ബലാഗ്, എത്തിച്ചൊടുക്കലേ വഴിയുള്ളൂ. എല്ലാ ചോദ്യത്തിനും ആൻസർ വേണമെന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് റൂഹിനെ കുറിച്ച് ചോദിച്ചു, എന്താ പറഞ്ഞത്? ഖുലിർ റൂഹു മിൻ അംരി റബ്ബി വമാ ഉതീതു മിനൽ ഇൽമി ഇല്ലാ ഖലീല, ഖലാസ്. പിന്നെ അതിനെക്കുറിച്ചുള്ള ഒരു തർക്കത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ മതം പറഞ്ഞതെന്തോ അത് മാത്രം വ്യക്തമാക്കി പിന്നീട് രംഗം ഒഴിയുക, അതാണ് ഇസ്ലാം അംഗീകരിച്ച മുജാദല. തെളിവുകൾ വെക്കൽ മാത്രമാണ്, തർക്കമില്ല. ഖാല അൽ ഇമാം മാലിക് ഇബ്നു അനസ് റഹിമഹുല്ലാഹ്, ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, മദ്ഹബിൻ്റെ ഇമാമായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ലൈസ ഹാദൽ ജിദാലു മിനദ്ദീൻ ഫീ ഷൈ. മതത്തിൽ തർക്കവുമായി ബന്ധപ്പെട്ട് യാതൊന്നുമില്ല എന്ന് പറഞ്ഞാൽ മതത്തിൽ തർക്കത്തിന് യാതൊരു പ്രസക്തിയുമില്ല, യാതൊരു സ്ഥാനവുമില്ല എന്ന്. മുസ്ലിം ഇബ്നു യസാർ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞത്, ഇയ്യാക്കും വൽ മിറാ, നിങ്ങൾ തർക്കിക്കുന്ന സ്വഭാവത്തെ ശ്രദ്ധിക്കണം. ഫ ഇന്നഹാ സാഅത്തു ജഹ്ലിൽ ആലിം, ഒരു ആലിമ് ജാഹിലാകുന്ന സന്ദർഭമാണത് എന്ന് പറഞ്ഞാൽ എത്ര ഇൽമുള്ള ആളുകളും മുജാദലയിലേക്ക് കടന്നാൽ അവർ വളരെ മോശമായി സംസാരിക്കുന്നതും പെരുമാറുന്നതും കാണാം. കാരണം പിശാച് തർക്കിക്കുന്നിടത്ത് ഭയങ്കരമായ ഈഗോ വരും മനസ്സിലേക്ക്. ഇനി ഒരു അബദ്ധം, തൻ്റെ വാക്കിൽ വന്ന അബദ്ധം വരെ സ്ഥാപിക്കാൻ വേണ്ടി പിന്നെ അയാൾ ഖുർആനും ഹദീസൊക്കെ തെളിവാക്കുകയും ചെയ്യും. സത്യത്തിൽ പറഞ്ഞപ്പോൾ ഒരക്ഷരം തെറ്റിപ്പോയതാണ്, പക്ഷെ അതങ്ങനെയും പറയാമെന്ന് സ്ഥാപിക്കാൻ വേണ്ടി പിന്നെ ആയത്തും ഹദീസിനൊക്കെ അയാൾ ദലീല. കാരണം അത്രമാത്രം ഈഗോ തർക്കിക്കുമ്പോൾ മനുഷ്യന് വരും, വിട്ടുകൊടുക്കില്ല. അത് ദീനിൻ്റെ കാര്യം മാത്രമല്ല, ദുനിയാവിൻ്റെ കാര്യത്തിലും. ഒരു പഴംപൊരിയുടെ വിഷയത്തിൽ വേണമെങ്കിൽ ആളുകൾ തർക്കിച്ച് കത്തിക്കുത്തിലേക്ക് വരെ എത്താം. ശൈത്താൻ ആ നിലക്ക് മനുഷ്യനെ എത്തിക്കുന്നതാണ്. അത്രക്ക് അപകടം പിടിച്ചൊരു സംഭവമാണ് ഈ മിറ എന്ന് പറയുന്നത്. ഒരാൾ തർക്കത്തിൽ ഏർപ്പെടുമ്പോൾ അയാളുടെ ബുദ്ധി യഥാർത്ഥത്തിൽ നഷ്ടപ്പെടുന്നു, നല്ല ബുദ്ധി നഷ്ടപ്പെടുന്നു, സംസ്കാരം നഷ്ടപ്പെടുന്നു, നല്ല പെരുമാറ്റം നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ തർക്കിക്കരുത്. ഫ ഇന്നഹാ സാഅത്തു ജഹ്ലിൽ ആലിം, ഒരു ആലിമിൻ്റെ ജഹാലത്താണ് ആ സന്ദർഭത്തിൽ വരുന്നത്. വഫീഹാ യൽതമിസു ശൈത്താനു സല്ലതഹു, തർക്കത്തിലൂടെയാണ് പിശാചി ഒരു ആലിമിനെ തെറ്റിക്കാൻ ശ്രമിക്കുന്നത്. നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മാ വല്ല ഖൗമുൻ ബഅദ ഹുദൻ കാനു അലൈഹി ഇല്ലാ ഊതുൽ ജദൽ, ഹിദായത്തിലുള്ളവർ തെറ്റിപ്പോകുന്നത് തർക്കിക്കാൻ തുടങ്ങുമ്പോഴാണ്. അങ്ങനെ വാദങ്ങളുടെ മേൽ വാദങ്ങളും, തുടങ്ങിയത് ചെറിയൊരു വാദവുമായിട്ടായിരിക്കും, പിന്നെ അത് സ്ഥാപിക്കാൻ വേണ്ടി പറഞ്ഞ് അവസാനം വലിയ അവസ്ഥയിലേക്കെത്തുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇസ്ഹാഖ് ബിൻ ഈസ റഹിമഹുല്ലാഹ് പറയുകയാണ്, സമീഅതു മാലിക് ബിൻ അനസ് യഈബുൽ ജിദാല ഫിദ്ദീൻ. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി തർക്കത്തെ എപ്പോഴും തള്ളിപ്പറയാറുണ്ടായിരുന്നു. എന്നിട്ട് അദ്ദേഹം ചോദിക്കും, ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ചോദിക്കും, കുല്ലമാ ജാഅനാ റജുലുൻ ഹുവ അജ്ദലു മിന റജുലിൻ, ഒരു വ്യക്തിയേക്കാൾ തർക്ക സ്വഭാവമുള്ള മറ്റൊരാൾ വന്നാൽ, അറദ്ന അൻ നത്റുക മാ ജാഅ ബിഹി ജിബ്രീലു ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ റസൂലിന് കൊണ്ടുവന്ന് കൊടുത്തത് ഒരുത്തൻ്റെ തർക്കത്തിലുള്ള കഴിവ് കൊണ്ട് നാം ഉപേക്ഷിക്കുകയാണോ? ഇത് അദ്ദേഹം പറയുന്ന ഒരു രംഗം നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ അടുത്ത് ബിദ്അത്തിൻ്റെ ആളുകളിൽപ്പെട്ട ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് സംവാദത്തിന് വന്നതാണ്, അപ്പോൾ നമുക്ക് സംവദിക്കാം, ഞാൻ ജയിച്ചാൽ നിങ്ങൾ എന്നെ ഫോളോ ചെയ്യണം, നിങ്ങൾ ജയിച്ചാൽ ഞാൻ നിങ്ങളെ ഫോളോ ചെയ്യാം. അപ്പോൾ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ചോദിച്ചു, ഓക്കെ. ഒരു മൂന്നാമതൊരാൾ വന്ന് മൂന്നാമത്തൊരു വാദം പറഞ്ഞു, ആ വ്യക്തി നമ്മൾ രണ്ടുപേരെയും തോൽപ്പിച്ചാൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമുക്ക് അയാൾ പറയുന്നതിൻ്റെ പിന്നാലെ പോകണം. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, യാ ഫുലാൻ, ഒരു തർക്ക സ്വഭാവമുള്ള, തർക്കിക്കാൻ കഴിവുള്ള ഒരാൾ വന്നിട്ട് അവൻ്റെ വാദം അവൻ താർക്കികമായി സമർത്ഥിച്ചാൽ അള്ളാഹുവിൻ്റെ റസൂല് കൊണ്ടുവന്ന വഹീനെ നമ്മൾ ഉപേക്ഷിച്ച് അയാളുടെ വാദത്തിൻ്റെ പിന്നാലെ പോവുകയാണ്.
അതുകൊണ്ട് ഈ തർക്കമൊന്നുമല്ല, നമ്മൾ ഇത്തിബാ ചെയ്യുകയാണ് വേണ്ടത് എന്ന് അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയുണ്ടായി. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞത്, മൻ കസുറത്തു ഹുസൂമാതുഹു ലം യസൽ യന്തഖിലു മിൻ ദീനിൻ ഇലാ ദീൻ. തർക്ക സ്വഭാവം ആർക്കാണോ വർദ്ധിക്കുന്നത് അവൻ ഒരു ദീനിൽ നിന്ന് മറ്റൊരു ദീനിലേക്ക് മാറിക്കൊണ്ടേയിരിക്കും. നമ്മുടെ നാട്ടിൽ ചില ആളുകളെ നിങ്ങൾക്ക് കാണാം, ഇന്നലെ വരെ ഒരു ടീമിൻ്റെ കൂടെ, അയാൾ മഹാതാർക്കികനായിരിക്കും, അയാൾ നാളെ മുതൽ വേറൊരു ടീമിൻ്റെ കൂടെ കാണാം, അയാൾ പിന്നെ അത് കഴിഞ്ഞാൽ വേറൊന്നിൻ്റെ കൂടെ കൂടുന്നത് കാണാം. ഈ തർക്ക സ്വഭാവമുള്ള ആളുകൾക്ക് എന്തുണ്ടാവില്ല? സ്ഥിരത ഉണ്ടാവില്ല. അതുകൊണ്ട് അഹ്ലുസുന്ന അതിനെ വളരെ ഗൗരവതരമായി കണ്ടിട്ടുണ്ട്. മാത്രമല്ല, തർക്ക സ്വഭാവമുള്ള ആളുകൾക്ക് ഇബാദത്തിൻ്റെയും ഇൽമിൻ്റെയും മധുരം ആസ്വദിക്കാൻ കഴിയില്ല. ശരിക്കും ശ്രദ്ധിക്കുക. മഹാനായ മഅറൂഫുൽ ഖറഹി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ഇന്നല്ലാഹ അസ്സ വജൽ ഇദാ അറാദ ബിഅബ്ദിഹി ഖൈറൻ ഫുതിഹ ലഹു ബാബു അമൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമക്ക് ഖൈർ ഉദ്ദേശിച്ചാൽ അയാൾക്ക് അമലിൻ്റെ വാതിലുകൾ തുറക്കപ്പെടും. അല്ലെങ്കിൽ ഫതഹ ലഹു ബാബ അമൽ, അള്ളാഹു ആ വ്യക്തിക്ക് അമലിൻ്റെ വാതിൽ തുറന്നു കൊടുക്കും എന്ന് പറഞ്ഞാൽ അയാൾ ഇബാദത്തിനും ഇൽമ് നേടാനും ഇബാദത്തുകൾക്കുമൊക്കെയാണ് അയാൾക്ക് സമയം ഉണ്ടാവുക. അതേപോലെ തന്നെ വ അഗ്ലഖ അൻഹു ബാബൽ ജദൽ, തർക്കത്തിൻ്റെ വാതിൽ അയാളിൽ നടക്കും. വ ഇദാ അറാദ ബിഅബ്ദിഹി ഷർറൻ, ഒരടിമക്ക് അള്ളാഹു ഷർറ് ഉദ്ദേശിച്ചാലോ ഫതഹ അലൈഹി ബാബൽ ജദൽ, തർക്കത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കും. വ അഗ്ലഖ അൻഹു ബാബൽ അമൽ, അമലിൻ്റെ വാതിൽ പൂട്ടിക്കളയുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ ഒരാൾ തർക്കിക്കാൻ തുടങ്ങിയാൽ അമലുകൾ ഉണ്ടാവില്ല. അയാൾക്ക് ഭയങ്കരമായ ഇഷ്ടം ഈ തർക്കിക്കാനായിരിക്കും. എപ്പോഴും ആളുകളായിട്ട് സംവാദം, അത് ഇത്. ഇൽമ് നേടോ? ഇല്ല. കാരണം തർക്ക വിഷയം മാത്രമേ വായിക്കൂ, അതിനപ്പുറത്തൊന്നും വായിക്കൂല. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ ആദാബുകൾ അറിയില്ല, ഇസ്ലാമിൻ്റെ പെരുമാറ്റ രീതികൾ അറിയില്ല, രീതിശാസ്ത്രം അറിയില്ല, മറ്റു ഇൽമിയായ മറ്റു വശങ്ങളെക്കുറിച്ചൊന്നും അറിയില്ല. അയാൾക്ക് ആ സമയത്ത് രക്ഷപ്പെടണം. ആ സമയത്ത് രക്ഷപ്പെടാൻ വേണ്ടി പറയുന്നത് ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ഉസൂലുകൾക്കെതിരിലുള്ള വാദങ്ങളായിരിക്കും. പക്ഷേ തൽക്കാലം മുന്നിലെ ചോദ്യകർത്താവിൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടണം, അല്ലെങ്കിൽ ഇപ്പുറത്തുള്ള 5 മിനിറ്റിൻ്റെ ചോദ്യത്തെ മറികടന്ന് ഏകദേശം 6 മണിക്കൂർ തികയ്ക്കണം. ഇങ്ങനെ തുടങ്ങി ഒരുപാട് ചിന്തകളായിരിക്കും അവർക്കുണ്ടാവുക. അതോടുകൂടി അവർക്ക് ശരിയായ ഇൽമിൻ്റെ മധുരം ആസ്വദിക്കാൻ കഴിയില്ല, ഇബാദത്തുകളെ ആസ്വദിക്കാൻ കഴിയില്ല. അതേപോലെ ധാരാളം ഹൈറാത്തുകൾ അവരിൽ നിന്ന് തടയപ്പെടുന്നതാകുന്നു. മഹാനായ ഹാഫിദ് ഇബ്നു റജബുൽ ഹംബലി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, മാ സക്കത മൻ സക്കത അൻ കസറത്തിൽ ഖിസാമി വൽ ജിദാലി മിൻ സലഫിൽ ഉമ്മ ജഹ്ലൻ വലാ അജ്സ വലാകിൻ സകതു അൻ ഇൽമിൻ വ ഖശിയത്തില്ലാഹ്. പൂർവികരായ സലഫ് സാലിഹ്യങ്ങൾ തർക്കത്തിൽ നിന്ന് വിട്ടുനിന്നത് അത് ഒരിക്കലും തന്നെ അറിവില്ലായ്മ കൊണ്ടോ ദുർബലത കൊണ്ടോ ആയിരുന്നില്ല, മറിച്ച് ഇൽമു കൊണ്ടും അള്ളാഹുവിനെക്കുറിച്ചുള്ള പേടി കൊണ്ടുമായിരുന്നു. സലഫുകൾ, മഹാപണ്ഡിതന്മാർ വലിയ തർക്കത്തിൽ നിന്ന് വിട്ടുന്നത് അവർ തോറ്റുപോകുമെന്ന് വിചാരിച്ചിട്ടല്ല, ഇൽമില്ലാഞ്ഞിട്ടല്ല, അള്ളാഹുവിനെ ഭയപ്പെട്ടത് കൊണ്ടാണ്. വമാ തകല്ലമ മൻ തകല്ലമ വതവസ്സഅ മിൻ തവസ്സുഇ ബഅദഹും ലിഖ്തിസാസിഹി ബിഇൽമിൻ ദൂനഹും വലാകിൻ ഹുബ്ബൻ ലിൽ കലാമി വഖില്ലതി വറഇൻ. എന്നാൽ ഇത്തരം വിഷയങ്ങളിൽ വിശാലമായി സംസാരിച്ചവരുണ്ട്, നാക്കിട്ട് ഇളക്കുന്നവരുണ്ട്. അത് ഇൽമിൻ്റെ വിശാലത കൊണ്ടൊന്നുമല്ല, മറിച്ച് തർക്കിക്കാനുള്ള ഇഷ്ടം കൊണ്ടും വറ അഥവാ ദീനിനോടും ഇൽമിനോടുമുള്ള മഹബത്തും അതിനോടുള്ളൊരു ഗാംഭീര്യതയും ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ എപ്പോഴാണോ ഇൽമിനോട് ഒരു മഹബത്തുണ്ടാകുന്നത്, അതിനോടൊരു വഖാറത്ത്, ഒരു ബഹുമാനവും ആദരവും ഉണ്ടാകുന്നത്, അവർ സംസാരം വളരെ കുറയ്ക്കും. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പല വിഷയങ്ങളിലും ലാ അദ്രി എന്നായിരുന്നു പറഞ്ഞിരുന്നത്. എനിക്കറിയില്ല. എന്തുകൊണ്ട്? അദ്ദേഹത്തിന് അറിയാഞ്ഞിട്ടല്ല. ഉലമാക്കൾ പറയാണ് അറിവ് കൂടുതലുള്ളത് കൊണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ, ഒരു വിഷയത്തിൽ വ്യത്യസ്തങ്ങളായ മസ്അലകളും വ്യത്യസ്തങ്ങളായ തെളിവുകളും വ്യത്യസ്ത പണ്ഡിതന്മാർ പ്രകടിപ്പിച്ച എതിരഭിപ്രായങ്ങളും അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് തന്നെ അതിലേതെങ്കിലും ഒന്നിനെക്കുറിച്ച് പറഞ്ഞ് അത് സ്ഥാപിക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നില്ല. കാരണം 10 സ്വഹാബികൾ വ്യത്യസ്തങ്ങളായ അഭിപ്രായം പറഞ്ഞൊരു മസ്അലയായിരിക്കും, അതിൽ തൻ്റേതായ ഒരു മസ്അല പറയുന്നതിൽ അതീവ സൂക്ഷ്മത കാണിച്ചു എന്നാണ്. അപ്പോൾ അവിടെ മിണ്ടാതിരുന്നത് അറിവില്ലാത്തതുകൊണ്ടല്ല,
മറിച്ച് ഈ വിഷയത്തിൽ ഇഖ്തിലാഫുണ്ട്. അതിലേതെങ്കിലും ഒന്നിനെ പറഞ്ഞു സ്ഥാപിക്കുക എന്നുള്ളത് അത്ര ബുദ്ധിയല്ല. അതുകൊണ്ട് അത്തരം വിഷയങ്ങളിൽ തവക്കുഫായിരുന്നു, തൽക്കാലം ഒരു സ്റ്റാൻഡായിരുന്നു. ധാരാളം വിഷയങ്ങളിൽ അങ്ങനെയായിരുന്നു. അപ്പോൾ ഇൽമ് വർദ്ധിക്കുന്നതിനനുസരിച്ച് ഒരാൾ സംസാരം കുറയ്ക്കും, തർക്കം കുറയ്ക്കും. ഇൽമ് കുറയുന്നതിനനുസരിച്ച് തർക്കം കൂടും. അപ്പോൾ ഇത് വളരെ വലിയ ഒരു ഗുരുതരമായ വിഷയമാണ്. ഉസൂലുസ്സുന്നയുടെ ഈ റിസാലയിൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ഖുസൂമാത്തിനെ, ജിദാല്, മിറാ ഒഴിവാക്കൽ സുന്നത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽപ്പെട്ടതാണെന്ന് പറയാൻ കാരണം എല്ലാ സമൂഹവും ഖവാരിജികളടക്കം തെറ്റിപ്പോയത് ഈ തർക്കം കൊണ്ടാണ്. ഖുർആനിലെ ആയത്തിനെ ദുർവ്യാഖ്യാനിച്ചിട്ടാണ് ഖവാരിജികൾ സ്വഹാബികൾ കാഫിറാണെന്ന് പറഞ്ഞത്. ഖുർആനിലെ ആയത്ത് ഓതിയിട്ടാണ്. സ്വഹാബികൾ കാഫിറുകളാണ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാഫിറാണ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കാഫിറാണ് എന്ന് ഉമ്മത്തിലെ ഏറ്റവും ഈമാനുള്ള ആളുകൾ കുഫറിലാണ് എന്ന് ഖവാരിജികൾ ആയത്തോതിയിട്ടാണ് സ്ഥാപിക്കാൻ ശ്രമിച്ചത്. താർക്കികന്മാരായിരുന്നു. ഈ തർക്കം കൊണ്ടാണ് എല്ലാ പിഴച്ച ഗ്രൂപ്പുകളുണ്ടായത്. ഖദരിയാക്കളുണ്ടായത് തർക്കം കൊണ്ടാണ്. അള്ളാഹു കണക്കാക്കിയതാണെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ അമൽ ചെയ്യുന്നത്? അവരുടെ ചിന്തയാണ് ഇങ്ങനെ. അതുകൊണ്ടാണ് ഉസൂലുസുന്ന, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആളുകൾ തർക്കങ്ങൾ ഒഴിവാക്കുക, മാന്യമായി ഇരുന്ന് പഠിക്കുക, മനസ്സിലാക്കുക. തെളിവുകളുടെ മുമ്പിൽ ഖുദൂഉ വേണം, തദല്ലുൽ വേണം. ഇല്ല എങ്കിൽ വഴിതെറ്റിപ്പോകുന്നതാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അത്തരത്തിലുള്ള സ്വഭാവങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ആളുകളിൽ അള്ളാഹു നാം ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദി വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.